കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിഞ്ഞു വീഴുന്ന ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ഇടതു സർക്കാരിൻ്റെ പിടിവാശിയെന്ന ആരോപണം ശക്തമാകുന്നു. കുന്നിടിക്കാതെയും വയൽ നികത്താതെയും ദേശീയപാത നിർമ്മിക്കാനുള്ള അലൈൻമെൻറ്റ് BJP നേതൃത്വം അടക്കം മുന്നോട്ട് വെച്ചിട്ടും നിലവിലെ അലൈൻമെൻറ്റുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയെന്നാണ് വിമർശനം. അന്ന് BJP നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചുവെങ്കിൽ ഈ ദുരവസ്ഥ ഒഴിവായേനെ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകിയതാണ് കീഴാറ്റൂർ വയലിൽ കൂടി കുപ്പം വഴി ചുടല ഭാഗത്തെത്തുന്ന ഇപ്പോഴത്തെ അലൈൻമെന്റ്. എന്നാൽ വയലിൽ കൂടി ഒരു വലിയ കുന്ന് കീറിമുറിച്ച് ഹൈവേ പോകുന്നത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് കണ്ട് നാട്ടുകാർ അന്ന് സമരവുമായി രംഗത്തെത്തുകയും ചെയ്തു. സമരം ന്യായമെന്ന് കണ്ട BJP നേതൃത്വം അതിനെ പിന്തുണച്ചു. മാത്രമല്ല, വിദഗ്ധരെ കൊണ്ടുവന്ന് ഡ്രോൺ സർവേ നടത്തി പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള ബദൽ അലൈൻമെന്റ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന സർക്കാർ ആ അലൈൻമെന്റ് അംഗീകരിച്ചില്ല എന്നും ആദ്യത്തെ അലൈൻമെന്റിനായി വാശി പിടിക്കുകയും ചെയ്തു എന്നുമാണ് ഉയരുന്ന വിമർശനം. ഡൽഹിയിൽ വെച്ച് ചർച്ച നടക്കുന്നുണ്ടായി. ആ ചർച്ചയിൽ നിതിൻ ഗഡ്കരിജിയുടെ മുമ്പിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾ വെച്ചു. അത് പരിഗണിക്കാത്തതിൻ്റെ കാരണം ഈ പിണറായി സർക്കാരാണ്. അവരുടെ വാശിയും വൈരാഗ്യവുമാണ്. ഞങ്ങൾ നിശ്ചയിച്ച സ്ഥലത്തൂടെ മാത്രമേ പോകൂ. BJP മുന്നോട്ട് വെച്ച അലൈൻമെന്റ് മലയിടിക്കാതെയും വയൽ നികത്താതെയും ഉള്ളതായിരുന്നു. കുന്നിടിച്ച് വയലിന് നടുവിലൂടെയുള്ള ദേശീയപാത അലൈൻമെന്റിനു വേണ്ടി സംസ്ഥാന സർക്കാർ പിടിവാശി പിടിക്കാതിരുന്നെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള നിർമ്മാണം നടത്താമായിരുന്നു എന്ന വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. ജനം, കണ്ണൂർ.